സിദ്ധാർത്ഥന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുവരണമെന്ന് സുരേഷ് ഗോപി. സംഭവം സിബിഐ അന്വേഷിക്കണം. വെറ്ററിനറി സർവകലാശാല VC അറസ്റ്റ് ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അതേസമയം അന്വേഷണത്തിന്റെ അവസാനം അട്ടിമറി സാധ്യതയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. തൃപ്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ നല്ല രീതിയിൽ കൂടെ ആയിരിക്കും അവർ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ കൊണ്ടുപോകും. അവരെ കുറ്റം ചെയ്തത് അവരെ പാർട്ടിക്കാരാ, ഭരിക്കുന്നത് അവരെ പാർട്ടിക്കാരാ. അങ്ങനെ പോകുമ്പോൾ ഉദ്യോഗസ്ഥൻ നല്ലൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അവർ നല്ല ട്രാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോന്നുമ്പോൾ അവരത് കറക്റ്റായിട്ട് ഒന്നുകിൽ ഉദ്യോഗസ്ഥൻ അങ്ങ് മാറ്റും. സംഭവം നമുക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അറിയാം. എന്തെല്ലാം കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കേസ് ഞാൻ എടുത്ത് പറയുന്നില്ല. ഉദ്യോഗസ്ഥനെ മാറ്റും അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ പോയിട്ട് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും പോകുന്നതിന് മുമ്പ് നോക്കാം. വേറൊരു കേന്ദ്ര ഇതോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതെന്താണോ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് തൃപ്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ഇപ്പോൾ ഇതുവരെയും പരാതിയൊന്നുമില്ല. കാര്യം വെച്ചാൽ ഇതങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് നല്ലൊരു ട്രാക്കിൽ പോവില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. പോകുന്നു എന്ന് തോന്നുമ്പോൾ ഇത് അട്ടിമറിക്കും, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ മാറും. ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശാലിനി, സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സംഭവം CBI അന്വേഷിക്കണമെന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. വിശദാംശങ്ങൾ. അതിന് അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹം സിദ്ധാർത്ഥന്റെ കുടുംബത്തെ നേരിട്ട് കണ്ടത്. അവരുടെ നിലവിലെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം തന്നെ അവർക്ക് മുന്നോട്ടുള്ള നടപടികൾക്ക് ഊർജ്ജം പകരാൻ വേണ്ടിയിട്ടാണ് താൻ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ ഗവർണറുടെ നടപടി അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം VC സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമാണ്. പക്ഷേ VCയും ഡീനും ഒക്കെ ക്രിമിനലുകളാണോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ VCയും ഡീനും ഒക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച നടത്തുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവരെയും ക്രിമിനലുകളാക്കി പ്രതി ചേർക്കണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. VC ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടിയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നീതി നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ സിദ്ധാർത്ഥൻ എന്ന വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഇനി ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് കൃത്യമായ അന്വേഷണം വേണം, കൃത്യമായ കുറ്റവാളികളിലേക്ക് എത്തണം എന്നൊരു ആവശ്യം കൂടി സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം തന്നെ തൃശ്ശൂരിലും സമാനമായൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ താൻ പുറത്തുവിടുന്നില്ല. അതൊരു പെൺകുട്ടിയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഇര. അതിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ആ കേസിൽ പങ്കുണ്ട്. ഒപ്പം സിദ്ധാർത്ഥന്റെ കുടുംബം നിയമപരമായി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ആ പെൺകുട്ടിയുടെ കുടുംബവും നിയമപരമായി മുന്നോട്ട് പോകണമെന്നൊരു വെളിപ്പെടുത്തൽ കൂടി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ തനിക്കറിയാം. കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ താൻ ഇഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല എന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അതേസമയം തന്നെയാണ് അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ പിതാവ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തൃപ്തനാണ്. പക്ഷേ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രവും സംഭവങ്ങളും അത്തരത്തിൽ തന്നെയാണ്. ചില ഉദ്യോഗസ്ഥർ ബാഹ്യ ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ട്. ആ ഇടപെടലുകളിൽ ഒരുപക്ഷെ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. നിലവിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ തന്നെ രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുകയാണ്. എന്തായാലും അതിന്റെ ഭാവി എന്താണ് എന്ന് നോക്കട്ടെ. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസിയോ മറ്റോ വേണമോ എന്നുള്ളതിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളും നടപടികളും സ്വീകരിക്കും. നിലവിലെ അന്വേഷണം തൃപ്തമാണ്. പക്ഷേ അതേസമയം തന്നെ ബാഹ്യ ഇടപെടലുകളും CPMന്റെ ഇടപെടലുകളും ഉണ്ടായി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ആഭ്യന്തര വകുപ്പാണ്, അതിന് കീഴിലാണ് അന്വേഷണം നടക്കുന്നത്. അവിടെ ഇടപെടലുകൾ ഉണ്ടായി അന്വേഷണം അട്ടിമറിക്കുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ടാകും എന്നുള്ളൊരു സംശയവും ഒരു വേദനയും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പ്രധാന പ്രതികളിൽ പലരും ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഏകദേശം 130ഓളം പ്രതികൾ ഈ പട്ടികയിലുണ്ട്. 30-ലധികം പേർക്ക് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കുണ്ട്. ഇവരെയൊക്കെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ഒപ്പം ഗവർണർ സ്വീകരിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള നടപടി, പ്രത്യേകിച്ച് VC ഉൾപ്പെടെയുള്ളവരുടെ സസ്പെൻഷൻ, തൊട്ടു പിന്നാലെ ഡീൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസുമായി
കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കണമെന്ന ആവശ്യവും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണവുമായി ഒരു പ്രഥമ പൗരൻ മുന്നോട്ട് വരുന്നു. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ തന്നെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും തങ്ങളുടെ വേദനയിൽ പങ്കെടുത്തതുമൊക്കെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഗവർണർക്ക് നന്ദി ഉൾപ്പെടെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ നിയമ പോരാട്ടം തുടരും. തന്റെ മകന് നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് ഈ കുടുംബം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ജയപ്രകാശിന്റെ പ്രതികരണവും ജനം ടിവിയുടെ അത്തരത്തിൽ തന്നെയായിരുന്നു. ആതിര. ശരി, അതുതന്നെയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു വരണമെന്നാണ് സുരേഷ് ഗോപിയും പറഞ്ഞത്. സംഭവം CBI അന്വേഷിക്കണം. വെറ്റിനറി സർവകലാശാല VC അറസ്റ്റ് ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം ആണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം അന്വേഷണത്തിന്റെ അവസാനം അട്ടിമറി സാധ്യതയുണ്ടെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി, തിരുവനന്തപുരത്ത് നിന്ന്.